ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നവരെ, ഈ ധ്യാന ദിവസങ്ങളിലൂടെ ഗുഡ്നസ് ടിവിയോട് ചേർന്ന് നിങ്ങൾ കടന്നു പോകുമ്പോൾ എല്ലാ കൃപയും നിങ്ങളിലേക്ക് കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നാം ഓരോരുത്തരിലും നിറയുന്ന ധന്യ നിമിഷങ്ങളായി ഈ ധ്യാന ദിവസങ്ങൾ മാറട്ടെ. ഇന്ന് നമ്മൾ ഇപ്രകാരം കർത്താവിൻ്റെ മുൻപിൽ ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയുമാണ്. എല്ലാ അകൃത്യങ്ങളും അകറ്റി വിശുദ്ധീകരിക്കുന്ന അഗ്നിയാകുന്ന പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നാം ഓരോരുത്തരിലും നിറയട്ടെ. അവൻ വിശുദ്ധീകരിക്കുന്ന അഗ്നിയാണ്. എല്ലാ അകൃത്യങ്ങളും അകറ്റി നിർത്തുന്ന അഗ്നിയാണ്. പാപബോധവും പശ്ചാത്താപവും നമ്മിലേക്ക് തരുന്ന ഉന്നതങ്ങളിൽ നിന്നിറങ്ങുന്ന ശക്തിയാണ്. ആ ശക്തിയുടെ അഭിഷേകം നാം ഓരോരുത്തരിലും നിറയുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അഭിഷേകം അഭിഷേകം അഗ്നിമഴ പെയ്തിറങ്ങും അഭിഷേകം. അഭിഷേകം അഭിഷേകം അഗ്നിമഴ പെയ്തിറങ്ങും അഭിഷേകം. അഗ്നിനാവുകൾ എന്നിൽ പതിക്കുകയാ, അഗ്നിജ്വാലകൾ എന്നിൽ നിറയുകയാ. അഗ്നിനാവുകൾ എന്നിൽ പതിക്കുകയാ, അഗ്നിജ്വാലകൾ എന്നിൽ നിറയുകയായി. അഭിഷേകം അഭിഷേകം അഗ്നിമഴ പെയ്തിറങ്ങും അഭിഷേകം. അഭിഷേകം അഭിഷേകം അഗ്നിമഴ പെയ്തിറങ്ങും അഭിഷേകം. ദൈവം തിരഞ്ഞെടുത്ത എല്ലാ മനുഷ്യരിലേക്കും ഒഴുകി ഇറങ്ങിയ കർത്താവിൻ്റെ അഭിഷേകം, പ്രവാചകന്മാരിൽ നിറഞ്ഞു നിന്ന ദൈവത്തിൻ്റെ അഭിഷേകം, പെന്തക്കോസ്ത് തിരുനാളിൽ ശിഷ്യന്മാരുടെ മേൽ തീനാവുകൾ പോലെ നിറഞ്ഞു നിന്ന ദൈവത്തിൻ്റെ അഭിഷേകം. കർത്താവേ, അതേ ശക്തിയെ വാഗ്ദാനം പോൽ ഞങ്ങളുടെ മേൽ അയക്കണമേ. പെന്തക്കോസ്ത് അനുഭവങ്ങൾ ഞങ്ങൾ ഓരോരുത്തരിലേക്കും പുതിയ അഭിഷേകമായി നിറയുവാൻ ഇടവരുത്തണമേ. അഭിഷേകം ഞങ്ങൾ ഓരോരുത്തരിലേക്കും അയക്കണമേ കർത്താവേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ വരവിൻ സമയമതായി അവൻ ലോകത്തെ മുഴുവൻ ഉണർത്തുകയാ. യേശുവിൻ വരവിൻ സമയമതായി അവൻ ലോകത്തെ മുഴുവൻ ഉണർത്തുകയാ. തന്റെ മണവാട്ടിയാകും തിരുസഭയെ കൈകൾ നീട്ടി ഒരുക്കുകയാ. തന്റെ മണവാട്ടിയാകും തിരുസഭയെ കൈകൾ നീട്ടി ഒരുക്കുകയാ. അഗ്നിനാവുകൾ എന്നിൽ പതിക്കുകയാ, അഗ്നിജ്വാലകൾ എന്നിൽ നിറയുകയാ. അഗ്നിനാവുകൾ എന്നിൽ പതിക്കുകയാ, അഗ്നിജ്വാലകൾ എന്നിൽ നിറയുകയാ. അഭിഷേകം അഭിഷേകം അഗ്നിമഴ പെയ്തിറങ്ങും അഭിഷേകം. അഭിഷേകം അഭിഷേകം അഗ്നിമഴ പെയ്തിറങ്ങും അഭിഷേകം. അഗ്നിനാവുകൾ എന്നിൽ പതിക്കുകയാ, അഗ്നിജ്വാലകൾ എന്നിൽ നിറയുകയാ. അഗ്നിനാവുകൾ എന്നിൽ പതിക്കുകയാ, അഗ്നിജ്വാലകൾ എന്നിൽ നിറയുകയാ. അഭിഷേകം അഭിഷേകം അഗ്നിമഴ പെയ്തിറങ്ങും അഭിഷേകം. അഭിഷേകം അഭിഷേകം അഗ്നിമഴ പെയ്തിറങ്ങും അഭിഷേകം. അഭിഷേകം നമുക്ക് ഓരോരുത്തർക്കും അഗ്നിമഴ പെയ്തിറങ്ങും അഭിഷേകം. ഹല്ലേലൂയ ഹല്ലേലൂയ വിശുദ്ധ കൃപ ഒഴുകി ഇറങ്ങട്ടെ. യേശുവിന്റെ നാമത്തിൽ വിശുദ്ധ പുരുഷന്റെ യോഗ്യതയാൽ അഭിഷേകമായി അഗ്നിയുടെ പ്രവാഹമുണ്ടാകട്ടെ. അഭിഷേകത്തിന്റെ പ്രവാഹം
അഗ്നിയുടെ പ്രവാഹം നാം ഓരോരുത്തരിലും വന്നറിയട്ടെ. പ്രിയമുള്ളവരെ, അകൃത്യങ്ങളെല്ലാം അകറ്റി അഭിഷേകം നിറയുന്ന ആത്മാവിനെ സ്വീകരിക്കുന്ന നിമിഷങ്ങൾ ഈ മണിക്കൂറിൽ നാം ഓരോരുത്തരിലും സംജാതമാകട്ടെ. നമുക്ക് വചനം ശ്രവിച്ചുകൊണ്ട് ആത്മാവിനാൽ നിറയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവത്താൽ ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ, ആത്മീയ അഗ്നി പരിശുദ്ധാത്മ അഭിഷേക ധ്യാനം ഗുഡ്നസ് TV നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുമ്പോൾ അതിൻ്റെ മറ്റൊരു ദിനത്തിലേക്ക് കൂടി നിങ്ങളെല്ലാവരെയും സസ്നേഹം സ്വാഗതം ചെയ്യുന്നു. പന്തക്കുസ്താ തിരുനാളിന് നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളെല്ലാവരും ആത്മാവിനാൽ നിറയുന്ന അനുഭവം ഈ ധ്യാന ദിനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളിൽ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവിനെ നൽകും എന്നുള്ള വചനഭാഗങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമാകുന്ന ഒരു വിശുദ്ധ ഗ്രന്ഥഭാഗം നമ്മൾ കാണുന്നത് ജോയേൽ പ്രവാചകന്റെ പുസ്തകത്തിലാണ്. ജോയേൽ പ്രവാചകന്റെ പുസ്തകം 2-ാമത്തെ അധ്യായം 28ഉം 29ഉം തിരുവചനങ്ങൾ. അന്ന് ഇങ്ങനെ സംഭവിക്കും: എല്ലാവരുടെയും മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. യുവാക്കൾക്ക് ദർശനങ്ങളുണ്ടാകും. ആ നാളുകളിൽ എൻ്റെ ദാസന്മാരുടെയും ദാസിമാരുടെയും മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും. ഒരുപാട് ധ്യാന ദിനങ്ങളിലും വചനപ്രഘോഷണ വേദികളിലുമൊക്കെ പരിശുദ്ധാത്മാവിനെ നൽകും എന്ന് സ്ഥാപിക്കപ്പെടുന്ന ഏറെ ധ്യാനിച്ചിട്ടുള്ള ഒരു വിശുദ്ധ ഗ്രന്ഥഭാഗമാണിത്. ഈ വിശുദ്ധ ഗ്രന്ഥഭാഗം കടന്നു വരുന്നതിന് മുൻപ് ജോയേൽ പ്രവാചകന്റെ പുസ്തകത്തിന്റെ ആദ്യ 2 അധ്യായങ്ങളിൽ എപ്പോഴാണ് ഇത് സംഭവിക്കുക എന്ന് പറയുന്നുണ്ട്. എപ്പോഴാണ്? അന്ന് ഇങ്ങനെ സംഭവിക്കും. എന്നാണത് സംഭവിക്കുക? എന്തുകൊണ്ടാണത് സംഭവിക്കുക? അന്ന് ഇങ്ങനെ സംഭവിക്കും. എല്ലാവരുടെയും മേൽ എൻ്റെ ആത്മാവിനെ നൽകും. എല്ലാവരിലേക്കും, വൃദ്ധന്മാരിലേക്കും ചെറുപ്പക്കാരിലേക്കും ദാസന്മാരിലേക്കും ദാസിമാരിലേക്കും ഒക്കെ ആത്മാവ് കടന്നു വരും. അന്ന് ഇങ്ങനെ സംഭവിക്കും. എന്നാണത് സംഭവിക്കുക? എപ്പോഴാണ് സംഭവിക്കുക? എന്തുകൊണ്ടാണ് സംഭവിക്കുക? അതിനെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്നത്. ജോയേൽ പ്രവാചകന്റെ പുസ്തകം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ദേശവാസികളെ ചെവിക്കൊള്ളുവിൻ. ജോയേൽ പ്രവചനം 1:2 ദേശവാസികളെ ചെവിക്കൊള്ളുവിൻ. നിങ്ങളുടെയോ നിങ്ങളുടെ പിതാക്കന്മാരുടെയോ കാലത്ത് ഇങ്ങനെ ഒന്ന് സംഭവിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ കാലത്തോ നിങ്ങളുടെ അറിവിലോ നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാരുടെ കാലത്തോ ഇങ്ങനെ ഒന്ന് സംഭവിച്ചിട്ടുണ്ടോ? എന്തിനെക്കുറിച്ചാണ് പറയുന്നതെന്നറിയാമോ? ദേശം മുഴുവൻ, ഒരു നാട് മുഴുവൻ, ഒരു ജനത മുഴുവൻ കഷ്ടതയിലേക്ക്, വരൾച്ചയിലേക്ക്, അതിക്രമങ്ങളിലേക്ക് കടന്നുപോയതിനെക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ടാണ് പ്രവാചകൻ ചോദിക്കുന്നത്. ഇങ്ങനെ ഒന്നിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഒരു നാട് മുഴുവൻ ഇത്രമാത്രം കഷ്ടതയിലേക്ക് പോയതിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വരൾച്ചയെ അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഒന്നും അവശേഷിച്ചില്ല, വെട്ടിക്കിളിയും കമ്പിളിപ്പുഴുവും എല്ലാം തിന്നു തീർത്തെന്ന്. ഒന്ന് അവശേഷിപ്പിച്ചത് മറ്റൊന്ന് തിന്നു തീർത്തു. വലിയ വരൾച്ചയുണ്ടായി, ജനം മുഴുവൻ കഷ്ടതയിലേക്ക് പോയി. കർത്താവ് ചോദിക്കുന്നു പ്രവാചകനിലൂടെ, ഇങ്ങനെ ഒന്നിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇങ്ങനെ നാട് മുഴുവൻ അനാഥമായതിനെ കുറിച്ച്, എല്ലാ കൃപയും നഷ്ടപ്പെട്ടു പോയതിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? വീണ്ടും അതിക്രമങ്ങളെ കുറിച്ച് പറയുന്നു, വലിയ സൈനിക നീക്കത്തെക്കുറിച്ച് പറയുന്നു. ഇങ്ങനെ ഒന്നിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? പ്രിയമുള്ളവരെ, ഈ കാലഘട്ടത്തിലേക്ക് നമ്മളൊന്ന് ചിന്തിച്ചേ.
2018 മുതൽ ഇങ്ങോട്ട് വരുമ്പോൾ ഇങ്ങനൊന്നിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? കോവിഡിൽ നിന്ന് തുടങ്ങി ഇപ്പം ജനമൊക്കെ പറയുന്നു വലിയ ചൂടാണ്. ഇങ്ങനൊന്നിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഭിന്നതകളാണ്. സഭയിലും സമൂഹത്തിലുമൊക്കെ ഭിന്നതയുടെ ആത്മാവിനെ കാണുന്നു. ഇങ്ങനൊന്നിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? കുടുംബത്തിൽ എന്തെന്നില്ലാത്ത വിധം തകർച്ചകൾ കാണപ്പെടുന്ന കാലഘട്ടം. മാധ്യമങ്ങളിലൂടെ അതിക്രമങ്ങളെക്കുറിച്ച് ഒരുപാട് നമ്മൾ വായിക്കുന്ന, കേൾക്കുന്ന, കാണുന്ന കാലഘട്ടം. ഇങ്ങനെ ഒന്നിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇതുവരെ കേട്ടുകേൾവി പോലുമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ, തിന്മയുടെ ഒത്തിരിയേറെ വ്യാപനം, മനുഷ്യൻ്റെ കഷ്ടതയുടെ നാളുകളിലൂടെ കടന്നു പോകുന്നു. ഇങ്ങനെ ഒന്നിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? എന്നിട്ടാണ് മുന്നോട്ട് പോകുമ്പോൾ ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ മുൻപിലേക്ക് അവതരിപ്പിച്ചിട്ട് ഇവിടേക്ക് ഒരു ആത്മീയ ശക്തിയുടെ ഉണർവ് കടന്നു വരേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ഈ കാലഘട്ടത്തിൽ നമുക്കൊരു പരിശുദ്ധാത്മാവിൻ്റെ ഉണർവ് ആവശ്യമുണ്ട്. ഒരു ആത്മീയ ശക്തിയുടെ കരുതൽ, ഒരു ആത്മീയ ശക്തി കൊണ്ട് ലഭിക്കുന്ന ഒരു വിടുതൽ, തിന്മയുടെ ശക്തികൾക്കെതിരെ ശക്തമായ പോരാട്ടത്തിന് ഒരു ആത്മീയ ശക്തിയുടെ നന്മ നമുക്ക് ആവശ്യമുണ്ട്. എങ്ങനെയാണത് സംഭവിക്കുക? ജോയൽ പ്രവചനത്തിൽ വായിക്കുന്നു, അന്ന് ഇങ്ങനെ സംഭവിക്കും. അന്ന് ആത്മാവിൻ്റെ പ്രവാഹമുണ്ടാകും. ആത്മീയ ശക്തി എല്ലാവരിലേക്കും വന്നു നിറയും. വലിയ മാറ്റങ്ങൾ, പുതിയ ചൈതന്യം, പുതിയ ഹൃദയം അന്ന് ഇങ്ങനെ സംഭവിക്കും. പ്രിയമുള്ളവർ, എന്നാണത് സംഭവിക്കുക? ഈ തകർച്ചകളും അതിക്രമങ്ങളും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആത്മീയ അഭിഷേകം ഉണ്ടാകണമെങ്കിൽ നമ്മളിൽ പ്രവാചകൻ പറയുന്ന ഒരു കാര്യം സംഭവിക്കേണ്ടതുണ്ട്. ജോയൽ പ്രവചനം 1-ാമത്തെ പുസ്തകം 10 മുതലുള്ള തിരുവചനങ്ങളിൽ കർത്താവ് അരുളി ചെയ്യുന്നു, ഇപ്പോഴെങ്കിലും ഈ വൈകിയ വേളയിലെങ്കിലും, അതാണ് അതിൻ്റെ അർത്ഥം, ഉപവാസത്തോടെയും വിലാപത്തോടെയും പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ അടുക്കലേക്ക് തിരിച്ചു വരുവിൻ. അപ്പൊ ഈ കാലഘട്ടത്തിൽ ഒരു ആത്മീയ ഉണർവുണ്ടാകണമെങ്കിൽ നിങ്ങൾ ഉപവാസത്തോടെ കർത്താവിലേക്ക് തിരിച്ചു വരുവിൻ. വീണ്ടും മറ്റൊരു വചനം കൂടെ അവിടെ ചേർത്ത് വെക്കുന്നു, ഹൃദയമാണ് കീറേണ്ടത്, വസ്ത്രമല്ല. ഹൃദയം കീറിക്കൊണ്ട് കർത്താവിലേക്ക് തിരിച്ചു വരേണ്ട കാലഘട്ടം. ഒരു പന്തക്കുസ്താനുഭവം ഈ നാട്ടിൽ സംഭവിക്കണമെങ്കിൽ, കുടുംബത്തിൽ ഉണ്ടാകണമെങ്കിൽ, വ്യക്തി ജീവിതങ്ങളിൽ ഉണ്ടാകണമെങ്കിൽ, സഭയിൽ സംഭവിക്കണമെങ്കിൽ ഹൃദയം കീറിക്കൊണ്ട്, നുറുങ്ങിയ ഹൃദയമാണ് കർത്താവിന് സ്വീകാര്യമായ ബലിയെന്ന് ദാവീദിന്റെ സങ്കീർത്തനമുണ്ട്. നുറുങ്ങിയ ഹൃദയം എന്ന് പറഞ്ഞാൽ കീറപ്പെട്ട അനുതാപത്തിലേക്ക് കടന്നു വരുന്ന ഹൃദയമാണ് കർത്താവിന് സ്വീകാര്യമായ ബലി. ദാവീദിന്റെ സങ്കീർത്തനം 51-ാമത്തെ സങ്കീർത്തനം. ഈ സങ്കീർത്തനത്തിന് ഒരു പശ്ചാത്തലമുണ്ട്. ആ പശ്ചാത്തലത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുപോയിക്കൊണ്ട് ഈ കാലഘട്ടത്തിൽ ആത്മീയ ഉണർവുണ്ടാകണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്നൊരു ഓർമ്മപ്പെടുത്തൽ. നീതിമാനെന്നാണ് ദാവീദിനെ വിശുദ്ധ ഗ്രന്ഥം വിളിക്കുന്നത്. നീതിമാനായ എന്ന വാക്കിനോട് ചേർന്ന് വരുന്ന പേരുകൾ ഔസേ പിതാവെന്നും ജോബെന്നും ഒക്കെയാണ്. പക്ഷെ നീതിമാൻ എന്ന് വിളിക്കപ്പെടുന്ന വ്യക്തി തന്നെയാണ് ദാവീദ്. ദാവീദ് നീതിമാനാകുന്നത് എങ്ങനെയാണ്? സാമുവേൽ പ്രവാചകന്റെ പുസ്തകം 2 സാമുവേൽ 11-ാമത്തെ അധ്യായത്തിലൂടെ പോകുമ്പോൾ, 11-ാമത്തെ അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ, 2 സാമുവേൽ 11:1 മുതലുള്ള തിരുവചനം, അതിലൂടെ കടന്നു പോകുമ്പോൾ നീതിമാൻ എന്ന് തോന്നുന്നതൊന്നും ദാവീദിൽ നമ്മൾ കണ്ടുമുട്ടുന്നില്ല. നമ്മൾ ഇപ്രകാരം അവിടെ വായിക്കുന്നു, അടുത്ത വസന്തത്തിൽ രാജാക്കന്മാർ യുദ്ധത്തിന് പോകാറുള്ള സമയത്ത് ദാവീദ് യോവാബിനെയും സേവകന്മാരെയും ഇസ്രായേൽ സൈന്യം മുഴുവനെയും യുദ്ധത്തിന് അയച്ചു. അവൻ പോകേണ്ടതായിരുന്നു.
അതവൻ്റെ കടമയായിരുന്നു. പക്ഷേ അലസനായിട്ടിരിക്കുന്ന രാജാവ്, വചനം പറയുന്നുണ്ട്, അലസന്റെ മനസ്സ് പിശാചിൻ്റെ പണിപ്പുരയാണ്. ഒരു വ്യക്തി അലസമായിട്ടിരിക്കുമ്പോൾ ഒരുപാട് തിന്മകളിലേക്ക് പോകും. ഇനി ദാവീദിന് എന്താണ് സംഭവിക്കുന്നത്? അലസമായിട്ടിരുന്നു. ഇനി നമ്മൾ കാണുകയാണ്, ഒരു ദിവസത്തിൻ്റെ മധ്യാഹ്നത്തിൽ അവൻ എഴുന്നേറ്റ്, കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് കൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിലൂടെ നടക്കുമ്പോൾ, പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, മധ്യാഹ്നത്തിൽ എഴുന്നേറ്റ് വരുന്നവരെ ഈ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്നില്ലേ? മധ്യാഹ്നത്തിൽ എഴുന്നേറ്റ് വരുന്ന മനുഷ്യർ. ഒരു കൊറോണ കാലം ബാക്കി വെച്ചൊന്നാണത്. മധ്യാഹ്നത്തിൽ എഴുന്നേറ്റ് വരുന്ന യൗവനങ്ങൾ, മധ്യാഹ്നത്തിലൊക്കെ എഴുന്നേറ്റ് വരുന്ന കൗമാരക്കാർ. ദാവീദ് അങ്ങനെയായിരുന്നു. മധ്യാഹ്നത്തിൽ എഴുന്നേറ്റ് കൊട്ടാരത്തിന് മട്ടുപ്പാവിലൂടെ നടക്കുമ്പോൾ ഒരു സ്ത്രീ കുളിക്കുന്നത് കണ്ടു. കാഴ്ചകളിലൂടെ ആസക്തി കടന്നു വന്നു. ആസക്തി വലിയ ദുരാഗ്രഹമായിട്ട് മാറിക്കഴിഞ്ഞപ്പോൾ ആ സ്ത്രീയെ വിളിച്ചു വരുത്തി അവളുമായിട്ട് വ്യഭിചാരം ചെയ്തു. അലസത, ആസക്തികളുടെ അടിപ്പെട്ട മനസ്സ്, ഇപ്പോൾ വ്യഭിചാരം. നാളുകൾ കഴിഞ്ഞപ്പോൾ ആ സ്ത്രീ ദാവീദിനെ അറിയിച്ചു, മഹാരാജാവേ, ഗർഭിണിയാണ് ഞാൻ. രാജാവിൻ്റെ സൈന്യത്തിലെ ഊറിയായുടെ ഭാര്യ ബത്ശബയാണ് ആ സ്ത്രീ. ഞാൻ ഗർഭിണിയാണ് എന്നവൾ പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒരു വലിയ അപകടം ഒളിച്ചിരിക്കുന്നു. എന്താണ് അപകടം? ഇസ്രായേലിനോട് നിയമമുണ്ട്. നിയമം ഇതാണ്: യുദ്ധം തുടങ്ങിയാൽ ഒരൊറ്റ ഇസ്രായേൽക്കാരനും ഭവനത്തിൽ ഭാര്യയോടൊപ്പം കഴിയരുത്. അത് ഇസ്രായേലിൻ്റെ അലംഘനീയമായ നിയമമാണ്. യുദ്ധകാഹളം മുഴങ്ങുന്നതിന് മുൻപ് സൈന്യാധിപൻ സൈന്യത്തിലേക്ക് നോക്കിക്കൊണ്ട് ഇപ്രകാരം വിളിച്ചു പറയും, ഭയമുള്ളവൻ വീട്ടിലേക്ക് പോകട്ടെ. ഈ അടുത്ത് വിവാഹം കഴിഞ്ഞവൻ വീട്ടിലേക്ക് പോകട്ടെ. യുദ്ധം തുടങ്ങിയാൽ പിന്നെ വിജയിക്കാതെ ഒരു തിരിച്ചുപോക്കില്ല ആ ജനതയ്ക്ക്. അപ്പോൾ ഭർത്താവ് യുദ്ധസ്ഥലത്തായിരിക്കെ ഭാര്യ ഗർഭിണിയായി കാണപ്പെട്ടാൽ ആ അപമാനത്തിൽ നിന്ന് അതിൻ്റെ കാരണക്കാരന് ഒഴിഞ്ഞു മാറാനാകില്ല. അതുകൊണ്ടാണ് ബത്ശബ രാജാവിനെ അറിയിച്ചത്, ഞാൻ ഗർഭിണിയാണ്. മഹാരാജാവ് അപമാനത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പദ്ധതി ഒരുക്കി ഊറിയായെ വിളിച്ചു വരുത്തി. ഊറിയ കൊട്ടാരത്തിലേക്ക് വരുമ്പോൾ രാജാവ് പറഞ്ഞു, നീ വീട്ടിൽ പോയി വിശ്രമിച്ചു കൊള്ളുക. ഈ ഗർഭത്തിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന്, അവൻ്റെ പാപത്തിൻ്റെ ഫലത്തിൽ നിന്ന് ഒളിച്ചോടാനുള്ള ശ്രമമാണ്. പക്ഷെ ഊറിയ പോയില്ല. എന്തുകൊണ്ട് പോയില്ല? അവൻ നിയമം പാലിക്കുന്നവനായിരുന്നു. അവൻ പോയില്ല. അവൻ പോയില്ലെന്നറിഞ്ഞപ്പോൾ കുറെ മദ്യം കൊടുത്തു നോക്കി, എന്നിട്ടും അവൻ പോയില്ല. പിറ്റേന്ന് ഊറിയായെ വിളിച്ച് മഹാരാജാവ് ദാവീദ് ഇങ്ങനെ ഒരു കത്തെഴുതി കൊടുത്തു വിട്ടു. സൈന്യാധിപനാണ് കത്ത്. ഈ കത്തുമായി വരുന്ന ഊറിയായെ ഉഗ്രയുദ്ധം നടക്കുന്നിടത്ത് സൈന്യത്തിൻ്റെ മുൻപിൽ നിർത്തണം. അമലേക്കരുമായിട്ടാണ് യുദ്ധം നടക്കുന്നത്. ഉഗ്രയുദ്ധം നടക്കുന്നിടത്ത് സൈന്യത്തിൻ്റെ മുൻപിൽ നിർത്തണം. എന്നിട്ട് അവൻ വെട്ടേറ്റ് വീഴേണ്ടതിന് അവനെ തനിച്ചാക്കിയിട്ട് നിങ്ങൾ പിൻവാങ്ങണം. ക്രൂരമായ പദ്ധതി. അപ്രകാരം തന്നെ സൈന്യാധിപൻ അത് നടപ്പിലാക്കി. ഊറിയ കൊല്ലപ്പെട്ടു. ആരാണ് കൊലപാതകി? ഒറ്റ ഉത്തരവുള്ളൂ, ചെയ്യിച്ചത് ദാവീദാണ്. കൊന്നത് ശത്രുവിൻ്റെ വാളാണെങ്കിലും ചെയ്യിച്ചത് ദാവീദാണ്. എവിടെ നിന്നാണ് ഇത് തുടങ്ങിയത്? അലസതയിൽ നിന്ന്, ദുർമോഹത്തിൽ നിന്ന്, വ്യഭിചാരത്തിൽ നിന്ന് കൊലപാതകത്തിലേക്ക് എത്തി നിൽക്കുന്ന ദാവീദ്. ഈ ദാവീദ് എങ്ങനെയാണ് നീതിമാനായിട്ട് മാറുന്നത്? വിലാപത്തിൻ്റെ നാളുകൾ കഴിഞ്ഞപ്പോൾ, തൻ്റെ ഭർത്താവ് മരിച്ചതിനെ കുറിച്ചുള്ള വിലാപത്തിൻ്റെ നാളുകൾ കഴിഞ്ഞപ്പോൾ, ബത്ശബ എന്ന പെൺകുട്ടിയെ ദാവീദ് ഭാര്യയായിട്ട് സ്വീകരിച്ചു. എത്ര നല്ല മനുഷ്യനെന്ന് ജനം ദാവീദിനെ വിധി എഴുതി കാണും. ദാസന്റെ ഗർഭിണിയായ ഭാര്യയെ
സംരക്ഷിക്കുന്ന മഹാരാജാവ്, അത്ര നല്ല മനുഷ്യൻ, ആരും അറിഞ്ഞില്ലെന്നാണ് ദാവീദ് കരുതിയത്. ആരും അറിഞ്ഞില്ലെന്നാണ് ദാവീദ് കരുതിയത്. അവൻ ചെയ്ത അതിക്രമങ്ങളൊന്നും ആരും അറിഞ്ഞിട്ടില്ല. പക്ഷേ കർത്താവ് എല്ലാം കാണുന്നുണ്ടായിരുന്നു. ദൈവത്തെ ഒളിക്കുക സാധ്യമല്ല. അവൻ ചെയ്ത അതിക്രമങ്ങളെല്ലാം, അവൻ ചെയ്ത കൊലപാതകം, അവൻ ചെയ്ത വ്യഭിചാരം എല്ലാം ദൈവം കാണുന്നുണ്ടായിരുന്നു. കർത്താവ് നാഥാൻ പ്രവാചകനെ ദാവീദിന്റെ അടുക്കിലേക്ക് അയച്ചു. ഉപചാരപൂർവം പ്രവാചകനെ ദാവീദ് സ്വീകരിച്ചിരുത്തി. പ്രവാചകൻ ദാവീദിനോട് പറഞ്ഞു, മഹാരാജാവേ, ഈ നാട്ടിൽ ഒരു അതിക്രമം നടന്നു. 100 ആടുണ്ടായിരുന്നൊരു ധനികൻ അവൻ്റെ വീട്ടിൽ വിരുന്നുകാരി കടന്നു വന്നപ്പോൾ അവൻ്റെ അടുത്തുണ്ടായിരുന്ന അയൽക്കാരനായ ഒരാട് മാത്രമുണ്ടായിരുന്ന ഒരു ദരിദ്രന്റെ ഒരു പെണ്ണാടിനെ കവർന്നെടുത്ത് അതിനെ അവൻ ഭക്ഷണമായിട്ട് കൊടുത്തു. മഹാരാജാവ് കോപം കൊണ്ട് ജ്വലിച്ചു. ഞാനെന്ന ഈ രാജാവ് ഇവിടെ ജീവിച്ചിരിക്കെ ഇത്ര വലിയ അതിക്രമം നടത്തിയവൻ ആരായാലും കൊല്ലപ്പെടണം എന്ന് രാജകൽപ്പനയുണ്ടായി. വൈരുദ്ധ്യമൊന്ന് നോക്കി. ആരാണ് ആടുമോഷ്ടാവിന് വധശിക്ഷ വിധിച്ചത്? വ്യഭിചാരവും കൊലപാതകവും കപടനാട്യവും നടക്കുന്നവനാണ് ആടുമോഷ്ടാവിന് വധശിക്ഷ വിധിച്ചത്. കാരണം ഞാൻ ചെയ്തതൊന്നും ആരും അറിഞ്ഞില്ല. പക്ഷെ മറ്റുള്ളവർ ചെയ്തത് ഇതാ കൺമുൻപിൽ തെളിഞ്ഞു നിൽക്കുന്നു. അവിടെ കോപം കൊണ്ട് ജ്വലിച്ചിട്ട് രാജാവ് പറഞ്ഞു, ചെയ്തവൻ കൊല്ലപ്പെടണം. ഉടനെ പ്രവാചകൻ രാജാവിനോട് പറഞ്ഞു, അത് ചെയ്തത് നീ തന്നെയാണ്. അത് ചെയ്തത് നീ തന്നെയാണ്. അനേകം ഭാര്യമാരുണ്ടായിരിക്കെ ദാസന്റെ ഭാര്യയെ നീ സ്വീകരിച്ച് അവനെ കൊന്നുകളഞ്ഞ് അവനെ ഭാര്യയായിട്ട് നീ സ്വീകരിച്ചെങ്കിൽ ഇത് ചെയ്തത് നീ തന്നെയാണ്. നിന്റെ ശിക്ഷ നിന്റെ മേൽ തന്നെയാണ് വധിക്കേണ്ടത്. എങ്ങനെയാണ് ഈ ദാവീദിന് നീതിമാനാകാൻ കഴിയുക? ഇതുപോലൊന്ന് കേട്ടിട്ടുണ്ടോ? ജോയൽ പ്രവാചകനിലൂടെ ദൈവം ചോദിക്കുന്നു, ഇതുപോലൊന്ന് കേട്ടിട്ടുണ്ടോ? തൻ്റെ പ്രജകൾക്ക് സംരക്ഷണം കൊടുക്കേണ്ടവൻ തന്നെ, ആടുകൾക്ക് ഇടയൻ ആയിരിക്കേണ്ടവൻ തന്നെ ആടിനെ അടിച്ചു ചിതറിച്ച് അതിനെ കൊന്നു ഭക്ഷിക്കുന്ന അനുഭവം ഇതുപോലൊന്ന് കേട്ടിട്ടുണ്ടോ? കാലഘട്ടത്തിന് നേർക്ക് തിരിച്ചു വെച്ച ഒരു കണ്ണാടിയാണ് ആ ചോദ്യം. ഇതുപോലൊന്ന് കേട്ടിട്ടുണ്ടോ? കുടുംബത്തിലേക്ക് നോക്ക്, വ്യക്തി ജീവിതത്തിലേക്ക് നോക്ക്. ഇതുപോലൊന്ന് കേട്ടിട്ടുണ്ടോ? പക്ഷേ ഇത്ര അതിക്രമങ്ങൾ ചെയ്തിട്ടും കൊലപാതകവും വ്യഭിചാരവും ചെയ്തിട്ടും എന്തുകൊണ്ടാ ദാവീദ് നീതിമാനായി മാറിയത്? ഇതാണ് ചോദ്യം. ഇവിടെ നിന്ന് എങ്ങനെ അവൻ നീതിമാനായി? നമ്മളിങ്ങനെ വായിക്കുന്നു. ദാവീദ് പറഞ്ഞു, സാമൂൽ പ്രവചനം 12:13 തിരുവചനം, ഞാൻ കർത്താവിനെതിരെ പാപം ചെയ്തു പോയി. ഞാൻ കർത്താവിനെതിരെ പാപം ചെയ്തു പോയി. ഇനി അവൻ ചെയ്ത കാര്യങ്ങളാണ് ആത്മീയ അഭിഷേകമുണ്ടാകാൻ നിങ്ങൾ ചെയ്യണമെന്ന് ജോയേൽ പ്രവാചകൻ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ. ഇതുപോലൊന്ന് കേട്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞ് നാട്ടിൽ നടക്കുന്ന അതിക്രമങ്ങളും വരൾച്ചയും എല്ലാം പറഞ്ഞിട്ട് ആത്മീയമായ അഭിഷേകം, അന്ന് ഇങ്ങനെ സംഭവിക്കും, അന്ന് ഇങ്ങനെ സംഭവിക്കാൻ ആത്മീയ അഭിഷേകം ഉണ്ടാകാൻ എന്തൊക്കെ ചെയ്യണമെന്ന് പ്രവാചകൻ പറഞ്ഞുവോ അതേ കാര്യങ്ങൾ ഇപ്പോൾ ദാവീദിൽ സംഭവിക്കാൻ പോവുകയാണ്. അവൻ ചാക്കൊടുത്ത് ചാരം പൂശി ഉപവസിച്ച് പ്രാർത്ഥിച്ചു, മനസ്സ് നൊന്തു കരഞ്ഞു. പ്രിയമുള്ളവരെ, മനസ്സ് നൊന്തു കരയണം നമ്മളൊക്കെ. പരിശുദ്ധാത്മാവിനെ ലഭിക്കണമെങ്കിൽ ചാക്കൊടുത്ത് ചാരം പൂശി എന്ന് വെച്ചാൽ ഉപവാസത്തിന്റെ ദിനങ്ങളിലൂടെ ശരീരത്തിന്റെ ആവശ്യങ്ങളെ ഒരുപക്ഷെ മാറ്റി നിർത്തിക്കൊണ്ട് മനസ്സിന്റെ ദുരാഗ്രഹങ്ങളെ നിഗ്രഹിച്ചുകൊണ്ട് തിന്മയെ നമ്മിൽ നിന്നും അകറ്റി നിർത്താൻ ആഗ്രഹിച്ചുകൊണ്ട് അകൃത്യങ്ങളെ കുറിച്ച് അനുദപിച്ച് ജോൽ പ്രവചനം പറയുന്നു, വസ്ത്രമല്ല
ഹൃദയമാണു കീറേണ്ടത്. ഹൃദയം കീറിക്കൊണ്ടാണ് ദാവീദ് തമ്പുരാന്റെ അടുത്തേക്ക് തിരിച്ചു വന്നത്. അവൻ പറഞ്ഞു, ഞാൻ തെറ്റു ചെയ്തു പോയി. ചാക്കൊടുത്ത് ചാരം പൂശി ദൈവത്തിന് മുൻപാകെ പോയിരുന്ന് ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന, പാപങ്ങൾ ഏറ്റുപറയുന്ന ദാവീദിനെയാണ് തുടർന്ന് നമ്മൾ കാണുന്നത്. 51 സങ്കീർത്തനം, ആ സങ്കീർത്തനത്തിന്റെ മുൻപിൽ ഇപ്രകാരം എഴുതി വച്ചിട്ടുണ്ട്: ദാവീദ് ബത്ശബയെ പ്രാപിച്ചതിനു ശേഷം നാഥാൻ പ്രവാചകൻ അവനെ സന്ദർശിച്ചപ്പോൾ അവൻ പാടിയത്. എന്ന് വെച്ചാൽ പ്രവാചകനിലൂടെ തൻ്റെ തെറ്റുകൾ ദൈവമായ കർത്താവ് അവനെ ബോധ്യപ്പെടുത്തി കൊടുത്തപ്പോൾ അനുതപിച്ച് ഹൃദയം കീറിക്കൊണ്ട് ഉപവാസമെടുത്ത് പ്രാർത്ഥിച്ച് ചാക്കുടുത്ത് ചാരം പൂശി അവൻ പോയിരുന്ന് പാടിയതാണ് 51 സങ്കീർത്തനം. എന്താണ് എഴുതി വച്ചിരിക്കുന്നത്? ദൈവമേ, എന്നോട് കരുണ തോന്നണമേ, ദയാപൂർവം എൻ്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ. അചഞ്ചലമായ ഒരു നവചൈതന്യം, ശ്രദ്ധിക്കണമേ, നവചൈതന്യം ആത്മാവിനെയാണ് സൂചിപ്പിക്കുന്നത്. വീണ്ടും അവൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു: അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ. അടുത്ത വചനം ശ്രദ്ധിക്കണമേ: ഉരുകിയ മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി. ദൈവമേ, നുറുങ്ങിയ ഹൃദയത്തെ അങ്ങ് നിരസിക്കുകയില്ല. ഉരുകിയ മനസ്സാണ് കർത്താവിന് സ്വീകാര്യമായ ബലി. നുറുങ്ങിയ ഹൃദയത്തെ അവിടുന്ന് തിരസ്കരിക്കുകയില്ല. പ്രിയമുള്ളവരെ, ജോയേൽ പ്രവാചകൻ അന്നിങ്ങനെ സംഭവിക്കും, ആത്മാവ് വരും, ആത്മാവ് എല്ലാവർക്കും നൽകപ്പെടും. പക്ഷെ അതിനു മുൻപ് നിങ്ങൾ ഇപ്രകാരം ചെയ്യണം: നിങ്ങളുടെ വസ്ത്രമല്ല, ഹൃദയം കീറിക്കൊണ്ട് അനുതാപത്തിലേക്ക് കടന്നു വരണം എന്ന് പറഞ്ഞു. അതേ വചനം തന്നെ ദാവീദ് 51 സങ്കീർത്തനത്തിലൂടെ അവൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥയെ ഉദ്ധരിച്ചുകൊണ്ട് പറയുകയാണ്: നുറുങ്ങിയ ഹൃദയത്തെ അവിടുന്ന് തിരസ്കരിക്കുകയില്ല, തകർന്ന ഹൃദയത്തെ അവിടുന്ന് തിരസ്കരിക്കുകയില്ല. നുറുങ്ങിയ ഹൃദയമാണ് സ്വീകാര്യമായ ബലി. പ്രിയമുള്ളവരെ, പെന്തക്കോസ്ത് അനുഭവ ധ്യാനത്തിലൂടെ കടന്നു പോകുമ്പോൾ, പരിശുദ്ധാത്മാവിന് സ്വീകരിക്കാൻ നമ്മൾ ഒരുങ്ങുമ്പോൾ, നമ്മൾ നമ്മളോട് തന്നെ പറയണം: നുറുങ്ങിയ ഹൃദയമായി, ഹൃദയം കീറിക്കൊണ്ട് അനുതാപത്തിലൂടെ വേണം കർത്തൃസന്നിധിയിലേക്ക് നമ്മൾ കടന്നു ചെല്ലാൻ. അങ്ങനെ കടന്നു ചെല്ലുമ്പോൾ വചനം പറയുന്നു, അന്ന് ഇങ്ങനെ സംഭവിക്കും. അന്ന് അകൃത്യങ്ങളിലൂടെയും തിന്മകളിലൂടെയും തഴക്കദോഷങ്ങളിലൂടെയും വെറുപ്പിലൂടെ വിദ്വേഷത്തിലൂടെ ഒക്കെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ഇതിനെ ഒഴിവാക്കി കർത്തൃസന്നിധിയിലേക്ക് അനുതാപത്തോടെ കടന്നു വന്ന് നിൽക്കുമ്പോൾ വചനം പറയുന്നു, അന്ന് ഇങ്ങനെ സംഭവിക്കും. എല്ലാവരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നിങ്ങളുടെ പുത്രിമാരും പുത്രന്മാരും പ്രവചിക്കും, വൃദ്ധന്മാർക്ക് സ്വപ്നങ്ങളുണ്ടാകും, യുവാക്കന്മാർ ദർശനങ്ങൾ കാണും. ആ നാളുകളിൽ എൻ്റെ ദാസന്മാരുടെയും ദാസിമാരുടെയും മേൽ എൻ്റെ ആത്മാവിനെ വർഷിക്കും. അപ്പോൾ പരിശുദ്ധാത്മാവിന് നൽകുന്നതിനുള്ള, എല്ലാവരുടെ മേലും ആത്മാവ് നിറയുന്നതിനുള്ള ഒരു നിയോഗമായി, ഒരു വ്യവസ്ഥയായി കർത്താവ് വയ്ക്കുന്നു. അനുദപിച്ച് നുറുങ്ങിയ ഹൃദയത്തോടെ കാത്തിരിക്കുവൻ. അകൃത്യഭാരങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് കാത്തിരിക്കുവൻ. ഹൃദയം കീറിക്കൊണ്ട് കാത്തിരിക്കുവിൻ. അപ്പോൾ വചനം അരുളി ചെയ്തതുപോലെ അന്ന് ഇങ്ങനെ സംഭവിക്കും. ആത്മാവ് ഒന്ന് നിറയും. പ്രിയമുള്ളവരെ, നമുക്ക് ഈ കാത്തിരിപ്പിൻ്റെ ദിനങ്ങളിൽ, പെന്തക്കോസ്ത് തിരുനാളിന് ഒരുക്കമായ ഈ കാത്തിരിപ്പിൻ്റെ ദിവസങ്ങളിൽ നുറുങ്ങിയ ഹൃദയത്തോടെ കാത്തിരിക്കാം. പരിശുദ്ധമായ മനസ്സോടെ നമുക്ക് കാത്തിരിക്കാം. ഒരു കുമ്പസാരക്കൂട്, അത് കരുണയുടെ കൂടാരമെന്നു കൂടിയ അറിയപ്പെടുക. കടന്നു വരുന്നവരോട് മുഴുവൻ അനുദപിക്കുന്ന പാപികളെ വിശുദ്ധീകരിക്കുന്ന കർത്താവിൻ്റെ
കൃപയാൽ നിന്റെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു, സമാധാനത്തിൽ പോവുക എന്ന് പറയുന്ന ആ കരുണയുടെ കൂടാരത്തിലൂടെ കടന്നുപോയി ഹൃദയവിശുദ്ധി പാലിച്ചുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമുക്ക് കാത്തിരിക്കാം. അങ്ങനെ കാത്തിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരും. പ്രവചനങ്ങളെ പൂർത്തിയാക്കിക്കൊണ്ട്, വാഗ്ദാനങ്ങളെ ശരിവെച്ചുകൊണ്ട് ദൈവാത്മാവ് നമ്മളിൽ കടന്നു വരും. കണ്ണുകളടച്ച് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ കാണിച്ചു തരട്ടെ. ആത്മാവിനെ സ്വീകരിക്കുന്നതിൽ നിന്ന് നമ്മളെ തടസ്സപ്പെടുത്തുന്ന തിന്മയുടെ മേഖലകളെ ദൈവാത്മാവ് നിങ്ങളെ കാണിച്ചു തരട്ടെ. ഒഴിവാക്കേണ്ട തിന്മയുടെ മേഖലകളെ ഏറ്റുപറഞ്ഞ് അനുദപിച്ച് ഹൃദയവിശുദ്ധിയിലേക്ക് കടന്നു വരാൻ തടസ്സപ്പെടുത്തുന്ന എല്ലാ കാര്യങ്ങളെയും ദൈവാത്മാവ് നിങ്ങളെ കാണിച്ചു തരട്ടെ. പാപബോധവും പശ്ചാത്താപവും തരുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. പാപബോധത്തോടെയും പശ്ചാത്താപത്തോടെയും കർത്താവിൻ്റെ സന്നിധിയിൽ ആരാധനയുടെ മുൻപിൽ മുട്ടുകുത്തിക്കൊണ്ട് ആത്മാവിനെ സ്വീകരിക്കുന്ന ഈ ദിനങ്ങളിലേക്ക്, പരിശുദ്ധാത്മാവ് കടന്നു വരുന്ന പന്തക്കുസ്താ തിരുനാളിലേക്ക് നമുക്ക് യോഗ്യതയോടെ പ്രവേശിക്കാം. ആമേൻ. ആരാധിക്കും നീ, ഞങ്ങൾ ആരാധിക്കും നീ, ആത്മനാഥനേശുവിനെ ആരാധിക്കും നീ. ആരാധിക്കും നീ, ഞങ്ങൾ ആരാധിക്കും നീ, ആത്മനാഥനേശുവിനെ ആരാധിക്കും നീ. ആരാധിക്കും നീ, ഞങ്ങൾ ആരാധിക്കും നീ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കും നീ. ആരാധിക്കും നീ, ഞങ്ങൾ ആരാധിക്കും നീ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കും നീ. ആരാധിക്കും നീ, ഞങ്ങൾ ആരാധിക്കും നീ, ആത്മനാഥനേശുവിനെ ആരാധിക്കും നീ. ആരാധിക്കും നീ, ഞങ്ങൾ ആരാധിക്കും നീ, ആത്മനാഥനേശുവിനെ ആരാധിക്കും നീ. ആരാധിക്കും നീ, ഞങ്ങൾ ആരാധിക്കും നീ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കും നീ. ആരാധിക്കും നീ, ഞങ്ങൾ ആരാധിക്കും നീ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കും നീ. ആരാധനയുടെ നിമിഷങ്ങളിൽ സൗഖ്യമുണ്ടാകട്ടെ. ആരാധനയുടെ നിമിഷങ്ങളിൽ ചങ്ങല കഴിഞ്ഞു വീഴുന്ന അനുഭവങ്ങൾ ഉണ്ടാകട്ടെ. ആരാധനയുടെ നിമിഷങ്ങളിൽ വിടുതലുണ്ടാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ബന്ധനമഴിയും കെട്ടുകളഴിയും ആരാധനയെങ്കിൽ. ബന്ധനമഴിയും കെട്ടുകളഴിയും ആരാധനയെങ്കിൽ, കോട്ടകൾ തകരും ബാധകളൊഴിയും ആരാധനയെങ്കിൽ. ബന്ധനമഴിയും കെട്ടുകളെയും ആരാധനയെങ്കിൽ, കോട്ടകൾ തകരും ബാധകളൊഴിയും ആരാധനയെങ്കിൽ. ആരാധിക്കും നീ, ഞങ്ങൾ ആരാധിക്കും നീ, ആത്മനാഥനേശുവിനെ ആരാധിക്കും നീ. ആരാധിക്കും നീ, ഞങ്ങൾ ആരാധിക്കും നീ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കും നീ. ആരാധന 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 ആരാധന
ആമേൻ ആരാധന. ആരാധന 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 ആരാധന. ബന്ധനമൊഴിയാൻ ആരാധന, തിന്മകൾ അകലാൻ ആരാധന. ബന്ധനമഴിയാൻ ആരാധന, തിന്മകളകലാൻ ആരാധന. ആരാധന ആരാധന തിരുവോസ്തിരൂപന് ആരാധന. ആരാധന ആരാധന തിരുവോസ്തിരൂപന് ആരാധന. ഉയർത്തി ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഹല്ലേലൂയ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ 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 ഈശോയെ മഹത്വം, ഹല്ലേലൂയ ഹല്ലേലൂയ ഈശോയെ മഹത്വം, ഈശോയെ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ആരാധന യേശുവേ നന്ദി, ആരാധന. ഹല്ലേലൂയ 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 യേശുവേ. 3 ദിവസമായി വചനപ്രഘോഷണം കേട്ടുകൊണ്ടിരുന്ന ജനത്തിന് ഭക്ഷിക്കുവാൻ കൊടുക്കുവിനെന്ന് ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞു. ശിഷ്യസമൂഹത്തിൽ അവരുടെ നേതാക്കന്മാർ പോയി നോക്കിയിട്ട് ഈശോയോട് വന്നിട്ട് പറഞ്ഞു, ഈശോയെ 5 അപ്പവും 2 മത്സ്യവുമാണ് ഞങ്ങളുടെ കൂടെ ഞങ്ങളോടൊപ്പമുള്ളത്. ഇത്രയും വരുന്ന ജനത്തിന് തികയില്ലല്ലോ. ജനങ്ങളെ കൂട്ടം കൂട്ടമായിരുത്താൻ അവൻ അവരോട് ആവശ്യപ്പെട്ടു. അവർ അപ്രകാരം ചെയ്തു. വലിയ വിശ്വാസമുണ്ടെങ്കിൽ മാത്രം സാധ്യമാകുന്ന ഒരു കാര്യമാണത്. 5 അപ്പവും 2 മത്സ്യവും മാത്രമേ അവന്റെ കയ്യിലുള്ളൂ എന്നറിഞ്ഞിട്ടും അവന്റെ വാക്കനുസരിച്ച് ആ സമൂഹത്തെ കൂട്ടം കൂട്ടമായിട്ട് ഇരുത്തിയ ശിഷ്യന്മാര് അവൻ അപ്പമെടുത്ത് വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തു. വർദ്ധിച്ചു പെരുകി സമൃദ്ധിയുണ്ടായി. എല്ലാവർക്കും മതിവരുവോളം ലഭിക്കുകയും ബാക്കി വന്ന 12 കുട്ട നിറയെ അവർ ശേഖരിക്കുകയും ചെയ്തു. വലിയ അത്ഭുതം. പ്രിയമുള്ളവരെ, 5000-ഓളം വരുന്ന പുരുഷന്മാർക്ക് 5 അപ്പവും 2 മത്സ്യവും എടുത്തുകൊണ്ട് വിളമ്പാൻ വേണ്ടി ശിഷ്യന്മാർ പോയിരുന്നെങ്കിൽ പരാജയപ്പെട്ട് അപമാനിതരായി പിൻവാങ്ങേണ്ടി വന്നേനെ. പക്ഷെ അപമാനമുണ്ടായില്ല. വലിയ കാര്യങ്ങൾ സാധ്യമാവുകയും ചെയ്തു. കാരണം അവർ ഈശോയുടെ കരങ്ങളിലേക്കാണ് അവരുടെ കഴിവിനെയും അവർക്കുള്ളതിനെയും എടുത്തു വച്ചത്. പെന്തക്കോസ്താ ദിനത്തിൻ്റെ വലിയ അഭിഷേകം സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ ദൈവം നമ്മളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളെയും കുറിച്ച് നമുക്ക് വിചിന്തനം ചെയ്യാം. കുടുംബത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ഈ സമൂഹത്തിൽ നമ്മളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ, എന്നിലൂടെ നിറവേറണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, തിന്മകൾ നിറഞ്ഞ വലിയ വെല്ലുവിളികളുള്ള ഈ സമൂഹത്തിൽ എൻ്റെ കഴിവുകൾ കൊണ്ട് ഞാൻ ഈ നിയോഗങ്ങളിലേക്ക് ഇറങ്ങിയാൽ, ഞാൻ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളിലേക്ക് ഇറങ്ങിയാൽ അപമാനിതനായി തിരിച്ചെത്തുമല്ലോ.
നമുക്ക് സമർപ്പിക്കാം നമ്മളെ തന്നെ, നമ്മുടെ കുറവുകളെ, നമ്മുടെ പോരായ്മകളെ ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക്. ഈശോ എടുത്തുയർത്തട്ടെ, അവൻ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ നമ്മൾ അത്ഭുതങ്ങളായി മാറും. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ചേർന്ന്, ഗായകരോട് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. നാഥ, ഞാൻ സമർപ്പിക്കുന്നു. നാഥ, സമർപ്പിക്കുന്നു, എന്നെ സമർപ്പിക്കുന്നു, പൂർണ്ണമായി അർപ്പിക്കുന്നു, കാഴ്ചയായി അർപ്പിക്കുന്നു. സ്വർഗത്തിൽ നിന്നിറങ്ങുന്ന ദൈവത്തിൻ്റെ അഗ്നി, പരിശുദ്ധാത്മ അഭിഷേകം, നമ്മൾ അതിനുവേണ്ടി ഒരുങ്ങുമ്പോൾ നമുക്ക് സമർപ്പണത്തിൻ്റെ ഭാവം സ്വീകരിച്ചുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കാം. ഈശോയെ, ഞങ്ങളെ തന്നെ ഞങ്ങൾക്കുള്ളവ മുഴുവനുമായി അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ആത്മാവിൻ്റെ അഗ്നി അയച്ച് ശക്തിപ്പെടുത്തണമേ. ഒരിക്കൽ കൂടി ഒന്ന് പാടി പ്രാർത്ഥിച്ച് നാഥാ സമർപ്പിക്കുന്നു. നാഥാ, സമർപ്പിക്കുന്നു, എന്നെ സമർപ്പിക്കുന്നു, പൂർണ്ണമായി അർപ്പിക്കുന്നു, കാഴ്ചയായി അർപ്പിക്കുന്നു. ജോയേൽ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 2-ാമത്തെ തിരുവചനം. ഇതുപോലൊന്ന് കേട്ടിട്ടുണ്ടോ? പ്രിയമുള്ളവരെ, ഈ കാലഘട്ടത്തിൽ നമ്മൾ കേൾക്കുന്നത് പോലൊന്ന് മുൻപ് കേട്ടിട്ടുണ്ടോ? ഇപ്പോൾ നമ്മൾ കാണുന്നത് പോലുള്ള അകൃത്യങ്ങൾ മുൻപ് കണ്ടിട്ടുണ്ടോ? നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ നമ്മൾ ഇതിനു മുമ്പ് അഭിമുഖീകരിച്ചിട്ടുണ്ടോ? നമുക്ക് ഈ കാലഘട്ടത്തെ മുഴുവനായ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കൊടുക്കാം. നമ്മൾ ജീവിക്കുന്ന ഈ സമൂഹത്തെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കാം. എൻ്റെ തമ്പുരാനെ, അകൃത്യഭാരങ്ങളുള്ള ജനം, അശുദ്ധികളേറെയുള്ള ഇടങ്ങളിലൂടെ ഞങ്ങൾ കടന്നു പോകുന്നു. പോരായ്മകളുള്ള മനുഷ്യരായി ഞങ്ങൾ ജീവിക്കുന്നു. ഈശോയെ, അങ്ങ് ഏറ്റെടുക്കുകയും ശക്തിപ്പെടുത്തുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. ഒരിക്കൽ കൂടി എല്ലാ നാവുകളും ചേർന്നൊന്ന് പാടുകയും നാഥാ സമർപ്പിക്കുന്നു. നാഥാ, സമർപ്പിക്കുന്നു, എന്നെ സമർപ്പിക്കുന്നു, പൂർണ്ണമായി അർപ്പിക്കുന്നു, കാഴ്ചയായി അർപ്പിക്കുന്നു. നിങ്ങൾ മാതാപിതാക്കന്മാരുടെ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടവരാണെങ്കിൽ, അപ്പനായി അമ്മയായി ദൈവം നിങ്ങളെ ഉയർത്തിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഈ നിമിഷം ഏറ്റവും പ്രത്യേകമായി മക്കളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. മക്കൾ ദൈവത്തിൻ്റെ ദാനമാണ്. ഉദരഫലം അവിടുത്തെ അനുഗ്രഹവും. നിങ്ങളുടെ മുൻപിൽ നിങ്ങളുടെ മക്കൾ വന്ന് നിൽക്കുന്നു എന്ന് സങ്കല്പിച്ചുകൊണ്ട് അവരെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഭാരമേൽപ്പിക്കുന്നു എന്ന് ചിന്തിച്ചുകൊണ്ട് കരങ്ങൾ തുറന്ന് കർത്തൃസന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഒരിക്കൽ കൂടെ ഒന്ന് പാടി പ്രാർത്ഥിക്ക്. മക്കളിലേക്ക് അഭിഷേകം നിറയാൻ ആഗ്രഹിച്ചുകൊണ്ട് നാഥ, ഞാൻ സമർപ്പിക്കുന്നു എൻ്റെ കുഞ്ഞുങ്ങളെ. നാഥാ, സമർപ്പിക്കുന്നു, എന്നെ സമർപ്പിക്കുന്നു, പൂർണ്ണമായി അർപ്പിക്കുന്നു, കാഴ്ചയായി അർപ്പിക്കുന്നു. ഈ പന്തക്കുസ്ത അനുഭവ ധ്യാനത്തിൽ നമ്മൾ ഗുഡ്നസ് ടിവിയോടൊപ്പം ചേർന്നുകൊണ്ടിരിക്കുമ്പോൾ പ്രിയമുള്ളവരെ, ഈ ധ്യാനത്തിന് വലിയൊരു കൃപയുണ്ട്. കാരണം വചനങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പരിശുദ്ധ കുർബാനയുടെ ആരാധനയുടെ മുൻപിലൂടെയാണ് കടന്നു പോകുന്നത്. വചനം പറയുന്നുണ്ട്, നിലവിളിച്ച് തീരുന്നതിന് മുൻപേ ഞാൻ ഉത്തരമരുളും. ഇതാ ഞാനെന്ന് അവിടുന്ന് ഉത്തരമരുളും. നമ്മുടെ ഓരോരുത്തരുടെയും നിയോഗങ്ങൾ സമർപ്പിക്കും. വ്യക്തി ജീവിതത്തിൻ്റെ നിയോഗങ്ങൾ, കർത്താവ് പരമേൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളുടെ
നിയോഗങ്ങൾ, കുടുംബത്തിന്റെ നിയോഗങ്ങൾ, എല്ലാ നിയോഗങ്ങളും കർത്തൃസന്നിധിയിലേക്ക് സമർപ്പിച്ച് ആശീർവദിക്കണമേ കർത്താവെ, അവയുടെ മേൽ കൃപയായിരിക്കണമേ, പരിശുദ്ധാത്മാ അഗ്നി അയക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ നമുക്ക് പാടി പ്രാർത്ഥിക്കാം. നാഥാ സമർപ്പിക്കുന്നു, നാഥാ സമർപ്പിക്കുന്നു, എന്നെ സമർപ്പിക്കുന്നു, പൂർണ്ണമായി അർപ്പിക്കുന്നു, താഴ്ചയായി അർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഉണ്ടാകണമെങ്കിൽ ഹൃദയമാണു കീറേണ്ടത്, വസ്ത്രങ്ങളല്ല. അനുതാപമാണ് ഉണ്ടാകേണ്ടത്. വചനത്തിലൂടെ നമ്മൾ കേട്ടതാണ്. അങ്ങനെ ഹൃദയം കീറി അനുതാപത്താൽ നിറഞ്ഞ് കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ എന്ന പ്രാർത്ഥനയുമായിട്ട് വന്നു നിന്നത് ദാവീദ് മഹാരാജാവാണ്. നീതീകരിക്കപ്പെടുന്നുണ്ട് ആ മനുഷ്യൻ, നീതിമാനെന്ന് വീണ്ടും അവൻ വിളിക്കപ്പെടുന്നുണ്ട്. നമ്മൾ വചനത്തിലൂടെ കണ്ടതാണ്. വലിയ അകൃത്യങ്ങളിലൂടെ കടന്നുപോയെങ്കിലും ഹൃദയം നുറുങ്ങി കർത്തൃസന്നിധിയിൽ വന്നു നിന്ന് എൻ്റെ അശുദ്ധിയെല്ലാം ചാരമാക്കണമേ എന്ന് പ്രാർത്ഥിച്ചവൻ, ഞാൻ വീണ്ടും തിളങ്ങുന്നവനാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചവൻ, വീണ്ടും അങ്ങയുടെ ചൈതന്യം എന്നിലേക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചവൻ. 51-ാമത്തെ സങ്കീർത്തനം, ദൈവമേ എന്നോട് കരുണ തോന്നണമേ, ദയാപൂർവം എൻ്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ, എന്നെ തുടയ്ക്കണമേ, എന്നെ ശുദ്ധനാക്കണമേ, എന്നെ വിശുദ്ധീകരിക്കണമേ, എല്ലാ ശുദ്ധിയും എന്നിൽ നിന്ന് ചാരമാക്കണമേ എന്ന് പ്രാർത്ഥിച്ചവൻ. നമുക്ക് ആ പ്രാർത്ഥനയോട് ചേരാം. ആത്മാവ് നിറയണമെങ്കിൽ അശുദ്ധിയെല്ലാം ചാരമാകേണ്ടതുണ്ട്. ഹൃദയം നുറുങ്ങി കർത്താവിൻ്റെ മുൻപിന്ന് ജോയൽ പ്രവാചകൻ നമ്മളെ വചനത്തിലൂടെ പഠിപ്പിച്ചല്ലോ. നമുക്ക് പാടി പ്രാർത്ഥിക്കാം. എല്ലാ അശുദ്ധിയും ചാരമാകട്ടെ. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. എൻ പ്രിയനേ യേശുവേ രക്ഷകാ, എൻ പ്രിയനേ യേശുവേ രക്ഷകാ, നിൻ കരമെൻ മേൽ വയ്ക്കാൻ ശുദ്ധി ചെയ്യന്നേ. നിൻ കരമെൻ മേൽ വയ്ക്കാൻ ശുദ്ധി ചെയ്യന്നേ. ഓ കർത്താവേ, നിൻ അഗ്നി എന്നിൽ കത്തട്ടെ, വിശുദ്ധീകരിക്കുന്ന അഗ്നി നമ്മിൽ കത്തട്ടെ. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. എല്ലാ നാവുകളും പാടി പ്രാർത്ഥിക്കട്ടെ. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന വലതുകരം മുത്താകട്ടെ. ദൈവസന്നിധിയിലേക്ക് ഉയർത്തി കർത്താവേ, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നതിന് വേണ്ടി ആത്മീയ അഭിഷേകത്തിന്റെ ദിനങ്ങളിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ തടസ്സമായി നിൽക്കുന്ന എല്ലാ ശുദ്ധിയും ചാരമായി തീരുവാൻ ഇടയാക്കണമേ. ഹൃദയം നുറുങ്ങിയ അവസ്ഥയോട് അങ്ങയുടെ സന്നിധിയിൽ വന്നു നിന്ന് ജോയേൽ പ്രവാചകനിലൂടെ അരുളി ചെയ്യപ്പെട്ട അന്ന് ഇങ്ങനെ സംഭവിക്കും, എല്ലാവരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും എന്ന വചനത്തിന്റെ ശക്തി, ആ വചനത്തിന്റെ ശക്തി ഞങ്ങളിൽ നിറയുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടെ പാടി പ്രാർത്ഥിക്കാം. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ.
അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. കരങ്ങൾ നെഞ്ചോട് ചേർത്ത് ശിരസ്സു നമിച്ച് സാധിക്കുമെങ്കിൽ നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ മുട്ടിന്മേലായിരുന്നു കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ കർത്താവേ, എല്ലാ ശുദ്ധിയും നീങ്ങിപ്പോയി വലിയ കൃപ നിറയുന്ന അവസ്ഥ എന്നിൽ സംജാതമാകാൻ, ആത്മാവിനെ സ്വീകരിക്കുന്ന നിമിഷങ്ങളുണ്ടാകാൻ ഇടവരുത്തണമേ. നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുന്ദരി. നിർമ്മലരായി ജീവിച്ചിടുവാ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും